നമസ്കാരം. ഇന്നത്തെ കേരളം ആരംഭിക്കുകയാണ്. ബിന്ദുവിനും കനകയ്ക്കും പിന്നാലെ ശശികല. ശബരിമലയിൽ ശ്രീലങ്കയിൽ നിന്നുള്ള 47കാരി ദർശനം നടത്തി. സ്ത്രീയും ഒപ്പമുള്ള ഗുരുസ്വാമിയും സന്നിധാനത്ത് ശ്രീകോവിലിന് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദർശനം സ്ഥിരീകരിച്ചു. 18ാം പടിക്ക് സമീപത്തു നിന്ന് ദർശനം നടത്താതെ മടങ്ങിയെന്നായിരുന്നു ശ്രീലങ്കൻ സ്വദേശിയായ ശശികല നേരത്തെ പറഞ്ഞത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും പുറമെ ശ്രീലങ്കയിൽ നിന്നുള്ള ശശികല എന്ന 47കാരിയും ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ സ്ഥിരീകരണമാണ് ഈ ദൃശ്യങ്ങൾ. പോലീസിന്റെ പൂർണ്ണ സുരക്ഷയിലായിരുന്നു സന്നിധാനത്തേക്കുള്ള യാത്ര. മഫ്തിയിലുള്ള നിരവധി പോലീസുകാരുടെ അകമ്പടിയോടെയായിരുന്നു ദർശനം. മണ്ഡലകാലം തുടങ്ങിയപ്പോൾ തന്നെ ഓൺലൈനായി ശശികല ദർശനത്തിന് രജിസ്റ്റർ ചെയ്തിരുന്നു. 47 വയസ്സാണ് പ്രായമെന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ പകർപ്പ് നൽകി. ഇന്നലെ 6 മണിയോടെയാണ് പമ്പയിലെത്തിയത്. ദർശനം നടത്തണമെന്ന നിലപാടിൽ ശശികല ഉറച്ചു നിന്നതോടെ പോലീസ് അനുവാദം നൽകി. ദർശനം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അവരെ നമുക്ക് അടുത്ത് പരാതി പറയും. പക്ഷെ അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ദാറ്റ് മീൻസ് ദേ മൈറ്റ് ഹാവ് ഉറപ്പായിട്ട് ദർശനം ചെയ്തിട്ടുണ്ടാവും. മടങ്ങുമ്പോൾ ശശികലയുടെ പ്രതികരണം ഇങ്ങനെ: തൊഴാനെത്തിയപ്പോൾ അനുവാദം നൽകിയില്ലെന്ന് ശശികലയുടെ ഭർത്താവ് ശരവണമാരൻ പറഞ്ഞു. ഇടയ്ക്ക് ശശികല ഒപ്പമുണ്ടായിരുന്നില്ലെന്ന വിശദീകരണവും ഭർത്താവ് നൽകി. സുരക്ഷാ ഭീഷണി ഉണ്ടാകാതെ പോലീസ് തന്നെ ശശികലയെ സന്നിധാനത്ത് എത്തിച്ച് മടക്കുകയായിരുന്നുവെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട വിവരം. ശശികല വിദേശ വനിതയായതിനാൽ ഇവർ സംസ്ഥാനം വിടുന്നവരെ വാർത്ത പുറത്തു വരാതിരിക്കാൻ പോലീസ് ബോധപൂർവമായി ശ്രദ്ധ പുലർത്തി. ശശികലയ്ക്ക് പിന്നാലെ നിരവധി യുവതികളും ശബരിമലയിൽ ദർശനത്തിന്റെ അവസരം തേടി പോലീസിനെ സമീപിക്കുന്നുണ്ടെന്നാണ് സൂചന. സന്നിധാനത്ത് നിന്നും VS അനുവിനൊപ്പം പമ്പയിൽ നിന്നും TG സജിത്, ന്യൂസ് 18. ശ്രീലങ്കൻ സ്വദേശിനി ശബരിമലയിൽ ദർശനം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുരക്ഷ ആവശ്യപ്പെട്ട് സർക്കാരിന് ആരും അപേക്ഷ തന്നിട്ടില്ല. എന്നാൽ പോലീസിന് അപേക്ഷ ലഭിച്ചോ എന്നറിയില്ല. ശബരിമലയിൽ സ്ത്രീകളെ തടയാൻ യാതൊരു വ്യവസ്ഥയുമില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ പ്രായമൊന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ വരുന്നുണ്ടാവും. സുപ്രീം കോടതിയുടെ വിധിക്ക് അനുസരണമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പോലീസിന് ഉത്തരവാദിത്വവും ബാധ്യതയുള്ളത് കൊണ്ട് പോലീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി 11:30ക്കാണ് ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. എന്നാൽ പോലീസ് ഈ വാർത്ത സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. മറ്റ് ദൃശ്യമാധ്യമങ്ങൾ ശ്രീലങ്കൻ യുവതി ദർശനം നടത്താതെ മടങ്ങിയെന്നായിരുന്നു വാർത്ത നൽകിയത്. ഇന്ന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. യുവതി ദർശനം നടത്തി. ശ്രീലങ്കൻ സ്വദേശി ശശികലയാണ് ദർശനം നടത്തിയത്. ഭർത്താവിനും മകനുമൊപ്പമാണ് ഇവർ മല കയറിയത്. ഇന്നലെ രാത്രി 11:30 ശ്രീലങ്കൻ യുവതി ശശികല സന്നിധാനത്തെത്തി അയ്യപ്പ ദർശനം നടത്തിയെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. ശബരിമലയിൽ വീണ്ടും സ്ത്രീ ദർശനം നടത്തിയെന്ന ഏറ്റവും ആധികാരികമായി ഏറ്റവും കൃത്യമായ വിവരം തന്നെയാണ് ഇപ്പോൾ ന്യൂസ് 18 പറയാനുള്ളത്. എന്നാൽ യുവതി എത്തിയ വിവരം സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറായില്ല. വിദേശ വനിതയായതിനാൽ സുരക്ഷ മുൻനിർത്തിയായിരുന്നു പോലീസ് വാർത്ത സ്ഥിരീകരിക്കാതിരുന്നത്. നിലവിൽ ഒരു യുവതി കൂടെ അവിടെ ശബരിമലയിൽ ദർശനം നടത്തി എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാൻ കഴിയില്ലാത്ത രീതിയിൽ പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പിന്നാലെ അതേ കാരണങ്ങളാൽ യുവതിയും വാർത്ത നിഷേധിച്ചു. പോലീസ് നിർദ്ദേശമനുസരിച്ചായിരുന്നു യുവതിയുടെ നടപടി. ഉച്ചയോടെ യുവതി ശ്രീലങ്കയിലേക്ക് മടങ്ങിയ ശേഷമാണ് ദർശന വാർത്ത പോലീസ് സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയ്ക്ക് ദൃശ്യങ്ങൾ സഹിതം സ്ഥിരീകരണം. ഗർഭപാത്രം നീക്കിയെന്നും ഇപ്പോൾ ഋതുമതിയല്ലെന്നുമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ ശേഷമാണ് ശ്രീലങ്കൻ യുവതി സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. ടീം ന്യൂസ് 18. കൂടുതൽ സ്ത്രീകൾ ശബരിമലയിലേക്ക്. മകരവിളക്കിന് മുൻപ് 2 സ്ത്രീകൾ കൂടി മല ചവിട്ടുമെന്ന് നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ. 30ഓളം സ്ത്രീകൾ മല ചവിട്ടാൻ തയ്യാർ. നവോത്ഥാന കേരളം കൂട്ടായ്മയുടെ സംഘാടകനായ ശ്രേയസ് കണാരൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഈ പേജ് നവംബർ ആദ്യവാരം തുടങ്ങുന്നത് തന്നെ ഈ ഒറ്റപ്പെട്ട രീതിയിലുള്ള സ്ത്രീകളുടെ ഇടപെടലുകൾ മുഴുവൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ രീതിയിലല്ല സ്ത്രീകൾ കൂട്ടായിട്ടുള്ള ശ്രമത്തിലൂടെ ഇതിനെ മറികടക്കാൻ പറ്റൂ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പേജ് തുടങ്ങിയത്. അപ്പോൾ പേജ് തുടങ്ങി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് 30ഓളം സ്ത്രീകൾ പോകാൻ സന്നദ്ധരായ യുവതികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും അതേപോലെ തന്നെ കൂടെ പോകാൻ സന്നദ്ധരായ 100ഓളം യുവാക്കളും
നമ്മുടെ ഈ പേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ മകരവിളക്കിന് മുമ്പ് തന്നെ 2-3 സ്ത്രീകളെ ശബരിമല ദർശനം സാധ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. പിന്നെ അതിന് ശേഷം ഈ 14-ന് ശേഷം മകരവിളക്കിന് ശേഷം നട തുറക്കുന്ന 5 ദിവസങ്ങൾക്കുള്ളിൽ കൂട്ടായിട്ട് ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകളെയും ഒന്നിച്ചുകൊണ്ട് യുവാക്കളുടെയും കൂടെ സംഘാടനത്തിൽ ശബരിമല ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പേജ് ലക്ഷ്യം വെക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. മല ചവിട്ടിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും കുടകിൽ താമസ സൌകര്യമൊരുക്കിയത് ഷിജിത്ത് എന്ന പോലീസുകാരനാണ്. ഇയാൾ മുൻ SFI-കാരനാണെന്നും പിണറായി വിജയന്റെ വിശ്വസ്തനാണെന്നും സുധാകരൻ കോഴിക്കോട് പറഞ്ഞു. തന്ത്രി സ്ത്രീകൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ടോ, നിഷേധിച്ചിട്ടുണ്ടോ? അദ്ദേഹം എങ്ങനെയാ കോടതി ലക്ഷ്യത്തിന് പ്രതിയാവുന്നത്? അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൽ അർപ്പിതമായ ഉത്തരവാദിത്വമാണ്. ഇന്ന് നടക്കുന്ന ഈ മുഴുവൻ സംഭവത്തിന്റെയും അടിസ്ഥാന ഘടകം. അതുകൊണ്ട് അതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് കൽപ്പിക്കണം. അതിനെല്ലാം ഉത്തരവാദിയായ മുഖ്യമന്ത്രിയുടെ കൈകൾക്ക് വിലങ്ങ് വെക്കാൻ നിയമം ഇവിടെ ഉണ്ടാവണം, നിയമം ശക്തമാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ച തന്ത്രിയോട് വിശദീകരണം തേടി ദേവസ്വം ബോർഡ്. 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെടുമെന്ന് ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. തന്ത്രിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 2 സ്ത്രീകൾ പ്രവേശിച്ചതിന്റെ പേരിൽ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി ഗുരുതര വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദേവസ്വം ബോർഡിന്റെ ഒരു അനുമതി അക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാനും 15 ദിവസത്തിനകം അതിന്റെ മറുപടി തരണം എന്ന് ഞങ്ങൾ വിശദീകരണം എന്നുള്ള രൂപത്തിൽ ചോദിക്കാൻ തീരുമാനിച്ചു. മകരവിളക്ക് കാലത്ത് തന്ത്രിയുടെ തിരക്ക് കണക്കിലെടുത്താണ് മറുപടി നൽകാൻ 15 ദിവസത്തെ സമയം നൽകിയത്. ഇതിനെയൊന്നും യാന്ത്രികമായിട്ടല്ല ദേവസ്വം ബോർഡ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശബരിമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിന് മറുപടി തരട്ടെ. ശബരിമലയിൽ ശ്രീലങ്കൻ യുവതി പ്രവേശിച്ച വിഷയത്തിൽ ബോർഡിന് സ്ഥിരീകരണമില്ലെന്നും ഇതിൽ അന്വേഷണം നടത്തില്ലെന്നും ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. പല തർക്കങ്ങളാണ്. അവർ കയറിയെന്ന് പറയുന്നു, കയറിയില്ല എന്ന് പറയുന്നു, യൂട്രസ് റിമൂവ് ചെയ്താന്ന് പറയുന്നു. ഇതൊന്നും നമുക്ക് പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചില്ലല്ലോ. മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചത്. ഈ മാധ്യമങ്ങളിലൂടെയുള്ള സ്ഥിരീകരണമാണ്. അതാകട്ടെ CCTV ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. തന്ത്രിയെ മാറ്റുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതെന്നും വിഷയത്തിൽ മന്ത്രിസഭയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. തന്ത്രിയിലും മന്ത്രിയിലും സുപ്രീം കോടതിക്കും ഭരണഘടനയ്ക്കും മുകളിലല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ചന്ദ്രൻ ഉണ്ണിത്താന്റേത് ആസൂത്രിത കൊലപാതകമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൊല ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ പ്രതികൾ നേരത്തെ കെട്ടിടത്തിന് മുകളിൽ തമ്പടിച്ചു. കരിങ്കല്ലും ഇഷ്ടിക കഷ്ണങ്ങളും പ്രകടനത്തിന് നേരെ വലിച്ചെറിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് പന്തളത്ത് നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നായിരുന്നു. എന്നാൽ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ചന്ദ്രൻ ഉണ്ണിത്താന്റെ കൊലപാതകം അത് ആസൂത്രിതമായിരുന്നു. നേരത്തെ തന്നെ കൊല ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ മാർച്ച് വരുന്നതിന് മുൻപ് തന്നെ കെട്ടിടത്തിന് മുകളിൽ പ്രതികൾ തമ്പടിച്ചിരുന്നു. മാർച്ച് കടന്നുപോകുന്ന സമയത്ത് മാർച്ചിന് നേരെ കരിങ്കല്ല് വലിച്ചെറിയുകയായിരുന്നു. ഈ കരിങ്കല്ല് കൊണ്ടാണ് ചന്ദ്രൻ ഉണ്ണിത്താന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ചന്ദ്രൻ ഉണ്ണിത്താന്റെ തലയൊട്ടി പൊട്ടിപ്പോയിരുന്നു. ഈ ക്ഷതമാണ് മരണകാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് പന്തളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ചന്ദ്രൻ ഉണ്ണിത്താന്റെ മൃതദേഹം സംസ്കരിച്ചു. കർമ്മസമിതി, BJP നേതാക്കളും പ്രവർത്തകരുമടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം 12 മണിയോടെയാണ് പന്തളത്തെത്തിച്ചത്. തുടർന്ന് വിലാപയാത്രയായി കോരുമ്പാലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ശരണവിളികളുമായി BJP ശബരിമല കർമ്മസമിതി പ്രവർത്തകർ മൃതദേഹത്തെ അനുഗമിച്ചു. 1.5 മണിക്കൂറോളം വീട്ടിൽ പൊതുദർശനം, തുടർന്ന് സംസ്കാരം. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലക്കുറ്റത്തിനൊപ്പം ആൾക്കൂട്ടാക്രമണത്തിനുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പന്തളം. ശബരിമലയിൽ 2 സ്ത്രീകൾ കയറിയപ്പോൾ ഹർത്താൽ നടത്തിയവർ ഇന്ന് ഒരു സ്ത്രീ കയറിയപ്പോൾ ഹർത്താൽ നടത്തുന്നില്ലേ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയും സ്ത്രീകൾ കയറിയാലും ഹർത്താൽ നടത്തുമോ എന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവർ എവിടെയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. 2ഉം 1ഉം തമ്മിൽ വ്യത്യാസമുണ്ടോ?
ഇപ്പൊ 2 സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകളിപ്പോ അവിടെ കയറിയില്ലേ. ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെയുണ്ട്. നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആക്രമിക്കാൻ ചെന്ന, നാട്ടുകാരെ ഭയപ്പെടുത്താൻ ചെന്നയാള് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാം ശൂരവീര പരാക്രമം. നാട്ടുകാരൊന്ന് ആഞ്ഞ് ഇവരുടെ നേരെ ചെന്നപ്പോ അപ്പോ ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. സാധാരണ നമ്മൾ പറയില്ലേ, നൂലുമേൽ കെട്ടിത്താഴ്ത്തുക. അങ്ങനെ ശബരിമല ഇറങ്ങിയവരല്ല. സാധാരണ ശബരിമലയിൽ പോകുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ തന്നെ നടന്നാണ് അവർ പോയത്. ഹർത്താലിന് ശേഷവും സംസ്ഥാനത്ത് അക്രമം തുടരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്കും നേരെ ബോംബേറും ആക്രമണവും നടന്നു. മലയിൻകീഴിൽ സ്കൂൾ പരിസരത്ത് നിന്ന് ബോംബ് കണ്ടെടുത്തു. നെടുമങ്ങാടും പാലക്കാടും നിരോധനാജ്ഞ തുടരുകയാണ്. ഇന്നലെ CPM BJP ഏറ്റുമുട്ടൽ നടന്ന തിരുവനന്തപുരം മലയിൻകീഴിൽ സ്കൂൾ വളപ്പിൽ നാടൻ ബോംബുകൾ കണ്ടെടുത്തു. സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ RSS നിയന്ത്രണത്തിലുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു. നെയ്യാറ്റിൻകരയിൽ CPM ഓഫീസിനു നേരെ പെട്രോൾ ബോംബ് ആക്രമണം നടന്നു. നെടുമങ്ങാട് 3 CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ രാത്രി ആക്രമണമുണ്ടായി. അടൂരിൽ പുലർച്ചെ 30ഓളം വീടുകൾ തകർത്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ മലബാർ ദേവസ്വം ബോർഡ് അംഗം ശശികുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. പാലക്കാട് നഗരസഭയിലും കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിലും നിരോധനാജ്ഞ തുടരുകയാണ്. പാലക്കാട് പുതുപ്പരിയാരത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായി. ഗുരുവായൂരിൽ RSS കാര്യാലയത്തിനു നേരെ ബോംബേറുണ്ടായി. കണ്ണൂരിൽ BJP ഓഫീസിന് തീയിട്ടു. കോഴിക്കോട് മിഠായി തെരുവിൽ കടകൾ തീയിടാൻ ശ്രമമുണ്ടായി. വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 SDPI പ്രവർത്തകർ അറസ്റ്റിലായി. അക്രമ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ 801 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1369 പേരാണ് അറസ്റ്റിലായത്. 717 പേർ കരുതൽ തടങ്കലിലാണ്. വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും അക്രമം തടയാനായില്ലെന്ന വിലയിരുത്തൽ പോലീസ് തലപ്പത്തുണ്ട്. ഇക്കാര്യത്തിൽ DGP ജില്ലാ പോലീസ് മേധാവിമാരെ അതൃപ്തി അറിയിച്ചു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമല വിഷയത്തിലെ സംഘർഷം ലോക്സഭയിൽ ഉന്നയിച്ച് UDF ഇടത് MPമാർ. കേരളത്തിൽ ആക്രമണം ഉണ്ടാക്കാനാണ് ശ്രമമെന്നും പരിഹാരം കാണാൻ കേന്ദ്രം നിയമനിർമ്മാണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മതവിരുദ്ധരെ ട്രാൻസ്ജെൻഡർ വേഷത്തിൽ സർക്കാർ ഒളിച്ചു കടത്തുകയാണെന്ന് BJP ആരോപിച്ചു. വിഷയം ഉന്നയിക്കാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇടത് MPമാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശബരിമല വിഷയത്തിൽ UDF LDF അംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ശൂന്യവേളയിൽ ലോക്സഭയിൽ വിഷയമുന്നയിച്ചത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ദേശീയ നേതൃത്വവും കേന്ദ്രമന്ത്രി ഉമാഭാരതി അടക്കം BJP നേതാക്കളും വിധിയെ പിന്തുണയ്ക്കുന്നതായി P. കരുണാകരൻ പറഞ്ഞു. According to our constitution, each and every citizen have the right to go to the temple or of any place. So the Supreme Court has given that verdict and we are upholding that. എന്നാൽ മതവിരുദ്ധരെ ഒളിച്ചു കടത്തുകയാണ് സർക്കാരെന്നും ആചാരങ്ങളിൽ ഇടപെടലല്ല കോടതിയുടെ ജോലിയെന്നുമായിരുന്നു BJP MP മീനാക്ഷി ലേഖിയുടെ നിലപാട്. Though religion cannot be seen from any logical angle, will Supreme Court decide how the birth of Jesus took place? Will the Supreme Court decide which body should be buried and which body should be burnt? Supreme Court has no. BJP കോൺഗ്രസ് ഇടതംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. അക്രമം ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഇടതംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇടത് BJP MPമാർ പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തി. ന്യൂസ് 18 ഡൽഹി. ശബരിമല വിഷയത്തിൽ കറുത്ത ബാൻഡ് ധരിച്ച് പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് MPമാരെ സോണിയാഗാന്ധി വിലക്കിയതായി റിപ്പോർട്ട്. എന്നാൽ വിലക്കില്ലെന്നാണ് MPമാരുടെ വിശദീകരണം. ഇന്ന് പാർലമെന്റിൽ കറുത്ത ബാൻഡ് ധരിച്ചാണ് KC വേണുഗോപാൽ സംസാരിച്ചത്.
ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരെ കറുത്ത ബാൻഡ് കയ്യിൽ കെട്ടി പ്രതിഷേധിക്കാനുള്ള കോൺഗ്രസ് എംപിമാരുടെ നീക്കം സോണിയാഗാന്ധി തടഞ്ഞതായി ഒരു ദേശീയ ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ബാൻഡ് വിതരണം ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് വിലക്കിയ സോണിയ യുവതീ പ്രവേശനം ലിംഗനീതിയുടെ വിഷയമാണെന്ന് വ്യക്തമാക്കി. എന്നാൽ സോണിയാഗാന്ധി പ്രതിഷേധം വിലക്കിയിട്ടില്ലെന്ന് എംപിമാരും നേതാക്കളും പറഞ്ഞു. പാർലമെന്റിൽ വന്നപ്പോഴും തിരിച്ചുപോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ്. പാർലമെന്റിൽ ഞങ്ങൾ സോണിയാജിയെ കണ്ടിരുന്നു. ഞങ്ങളോട് ആരോടും അവർ ഇങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല. ഇന്ന് കറുത്ത ബാൻഡ് ധരിച്ച് സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ സഭയിൽ സംസാരിച്ചായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. ശബരിമലയിലെ യുവതീ പ്രവേശന വിധിയെ വ്യക്തിപരമായി പിന്തുണയ്ക്കുന്നുവെന്നായിരുന്നു നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത്. ശബരിമലയിൽ പ്രശ്നപരിഹാരത്തിനായി ഓർഡിനൻസ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാനുള്ള കോൺഗ്രസ് എംപിമാരുടെ നീക്കത്തെ ദേശീയ നേതൃത്വം എതിർത്തിരുന്നു. തുടർന്ന് ഈ നീക്കം ഉപേക്ഷിച്ചതായാണ് സൂചന. ന്യൂസ് 18 ഡൽഹി. വിശ്വാസികളായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകുന്നതിൽ പ്രശ്നമില്ലെന്ന് BJP നേതാവും രാജ്യസഭാംഗവുമായ V. മുരളീധരൻ. എന്നാൽ നിലപാട് BJPയുടേതല്ലെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ സെക്രട്ടറി SDR കുമാർ വ്യക്തമാക്കി. യുവതികളെ പ്രവേശിപ്പിക്കണമെന്നല്ല താൻ പറഞ്ഞതെന്ന് V. മുരളീധരൻ പിന്നീട് വിശദീകരിച്ചു. ഹർത്താലിൽ അക്രമങ്ങൾ പാടില്ലെന്ന നിലപാട് O. രാജഗോപാൽ MLAയും മാറ്റി പറഞ്ഞു. വിശ്വാസികളായി എത്തുന്ന സ്ത്രീകൾക്ക് ശബരിമല പ്രവേശനം സാധ്യമാക്കുക എന്നത് സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ ആക്ടിവിസ്റ്റുകളെ മലകയറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നായിരുന്നു V. മുരളീധരന്റെ ആരോപണം. There is no issue. I don't say that if women wanted to enter as a devotee and the police gave them protection, it was the duty of the police, it is the duty of the state. And it was the duty of the state to obey the order of the Supreme Court. V. മുരളീധരൻ നടത്തിയ പ്രസ്താവന BJPയുടേതല്ല, സ്വന്തം അഭിപ്രായമാകാമെന്ന് ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SDR കുമാർ വ്യക്തമാക്കി. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹമാണല്ലോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഏറ്റവും വലിയ നേതാവ്. അദ്ദേഹം എന്താ പറഞ്ഞത്? അതുകൊണ്ട് BJP വളരെ ശക്തമായിട്ട് ശബരിമല വിഷയത്തിൽ കർമ്മസമിതിയുടെ ഒപ്പം തന്നെയാണ്, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ. പ്രസ്താവന പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായതോടെ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്ന് V. മുരളീധരൻ വ്യക്തമാക്കി. ഹർത്താലിൽ അക്രമങ്ങൾ പാടില്ലെന്നും സമാധാനമാണ് സമൂഹം ആഗ്രഹിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്ന് O. രാജഗോപാൽ MLAയും പിന്മാറി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമല യുവതീ പ്രവേശനത്തിൽ BJP നിലപാട് തള്ളി കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കാനാകില്ലെന്ന് പാസ്വാൻ ന്യൂസ് 18നോട് പറഞ്ഞു. സ്ത്രീകൾ ബഹിരാകാശത്ത് പോകുന്നു, അപ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് കയറാനാകില്ല? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതാണ് സർക്കാർ മുദ്രാവാക്യം. വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പാസ്വാൻ ആവശ്യപ്പെട്ടു. जेंडर के आधार पर, लिंग के आधार पर, औरत मर्द के आधार पर जो है वो क्या कहते हैं कि जो है भेदभाव नहीं होना चाहिए. तो उस परिस्थिति में सुप्रीम कोर्ट ने यदि कहा है कि जो है मंदिर में क्या कहते हैं कि सबरीमाला में जो है महिलाओं का भी प्रवेश क्या कहते हैं कि होना चाहिए, तो हमने उसका स्वागत किया है. जब महिलाएं अंतरिक्ष में जा सकती हैं तो मंदिर में क्यों नहीं जा सकती हैं? और खुशी की बात है कल 2 महिलाएं गई भी. ഒരു സാമുദായിക സംഘടനയുടെ സഹായത്തോടെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ തള്ളുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുതിയ കേരള കോൺഗ്രസ് സ്ഥാപിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. V. മുരളീധരന്റെയും രാംവിലാസ് പാസ്വാന്റെയും നിലപാട് BJPക്ക് തിരിച്ചടിയായെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ RSS BJP യോഗത്തിൽ തീരുമാനം. ശബരിമല കർമ്മസമിതിയുടെ സമരങ്ങൾക്ക് ഇരു സംഘടനകളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം വരും ദിവസങ്ങളിൽ അയ്യപ്പ രഥയാത്രയടക്കമുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ കൊച്ചിയിൽ ചേർന്ന ശബരിമല കർമ്മസമിതിയുടെ യോഗവും തീരുമാനിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സമരം അക്രമാസക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് BJP RSS നേതൃയോഗം കൊച്ചിയിൽ ചേർന്നത്. യുവതികൾ സന്നിധാനത്ത് ദർശനം നടത്തിയതിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണെന്ന് യോഗം വിലയിരുത്തി. ഇതിനാൽ യുവതീ പ്രവേശന വിവാദത്തെ മുൻനിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും യോഗം തീരുമാനിച്ചു. സർക്കാരിനെതിരെയുള്ള ജനവികാരം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കും വരെ പ്രക്ഷോഭ പരിപാടികൾ തുടരാനാണ് തീരുമാനം. ഇതോടൊപ്പം ശബരിമല കർമ്മസമിതി രൂപം നൽകുന്ന സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകാനും യോഗത്തിൽ ധാരണയായി. രണ്ടാം വിമോചന സമരത്തിന് സമയമായെന്ന് യോഗശേഷം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. അതിശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭിച്ചത് പിണറായി വിജയന് 1 മിനിറ്റ് പോലും ഈ അധികാരത്തിലിരിക്കാനുള്ള അവകാശമില്ല. ശബരിമല പൂങ്കാവനത്തെ തകർക്കാൻ ശ്രമിച്ച പിണറായി വിജയന് ഞങ്ങൾ വലിച്ചു താഴേക്കിറക്കും ജനകീയ പ്രക്ഷോഭത്തിലൂടെ. സമരം ശക്തമാക്കാൻ ശബരിമല കർമ്മസമിതിയും തീരുമാനിച്ചു. ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രി ആളല്ലെന്നും
തന്ത്രിയെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും ശബരിമല കർമ്മസമിതി ദേശീയ ജനറൽ സെക്രട്ടറി SJR കുമാർ പറഞ്ഞു. തന്ത്രിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ന്യൂസ് 18 കൊച്ചി. റഫേൽ അഴിമതി ആരോപണത്തിൽ ലോക്സഭയിൽ നിർമ്മല സീതാരാമൻ രാഹുൽ ഗാന്ധി വാക്പോര്. അഴിമതിക്ക് പിന്നിൽ പ്രധാനമന്ത്രി തന്നെയെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. കരാർ അനിൽ അംബാനിക്ക് എങ്ങനെ ലഭിച്ചെന്ന് വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. എന്നാൽ UPA കാലത്തേക്കാൾ 9% കുറഞ്ഞ നിരക്കിലാണ് കരാർ ഒപ്പിട്ടതെന്ന് നിർമ്മല സീതാരാമൻ മറുപടി നൽകി. റഫാൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ച പ്രതിരോധ മന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാഗ്യുദ്ധമായി മാറി. പ്രതിരോധ ഇടപാടുകൾ UPA സർക്കാർ അവതാളത്തിലാക്കിയെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി. സഭയിൽ തമാശ പറഞ്ഞ് രസിപ്പിക്കാൻ എല്ലാവർക്കും കഴിയുമെന്ന് രാഹുൽ ഗാന്ധിക്ക് പരിഹാസം. HAL-ഉം ദസോയും തമ്മിൽ കരാർ ഉണ്ടാക്കിയിട്ടില്ല. HAL-നെ ശക്തിപ്പെടുത്താൻ ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. രാഹുൽ തന്നെ കള്ളിയെന്ന് വിളിച്ചുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. When it is your leader, it is wasting time. My honor, the Prime Minister's honor, everything has been insulted in this house. Have you all ever apologized? Have you ever apologized? തന്റെ ആരോപണം പ്രധാനമന്ത്രിക്കെതിരെയാണ് എന്നും പ്രതിരോധ മന്ത്രിക്കോ മുൻ മന്ത്രിക്കോ പങ്കുള്ളതായി പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി. पूरे प्रोसीजर को नष्ट किया, बाईपास किया. डिफेंस मिनिस्ट्री के लोगों ने इतराज किया. HAL के वर्कर से कॉन्ट्रैक्ट छीनकर फ्रांस की एक कंपनी को दिया गया. പ്രതിരോധ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയെന്നും പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്നും സഭയ്ക്ക് പുറത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചർച്ചയിൽ ഇന്ന് മല്ലികാർജുൻ ഖാർഗെ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. വാർത്തയിലേക്ക് വീണ്ടും. പൊതുപണിമുടക്കിൽ കടയടയ്ക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കട അടയ്ക്കണമെന്ന് ഇടത് യൂണിയനുകൾ വ്യാപാരികളോട് ആവശ്യപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ഇന്നലത്തെ ഹർത്താലിൽ കട തുറക്കാൻ വ്യാപാരികൾക്ക് പിന്തുണ നൽകിയ ഇടത് സംഘടനകൾ തന്നെയാണ് കടയടയ്ക്കാനും ആവശ്യപ്പെട്ടത്. 8, 9 തീയതികളിൽ നടക്കുന്ന ഹർത്താലിൽ കടകൾ തുറക്കുമോ എന്ന ചോദ്യത്തിന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം ഇങ്ങനെ. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ പൊതുപണിമുടക്കം മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. തൊഴിലാളികളോട് പണിമുടക്കാൻ വേണ്ടി മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വ്യാപാരി വ്യവസായികളോട് പണിമുടക്കം നടത്തണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടില്ല. കടകളടക്കാൻ ഇടതു സംഘടനകൾ ആഹ്വാനം ചെയ്ത വാർത്ത ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തത്. ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലിൽ വ്യാപാരികൾക്കൊപ്പം നിന്ന ഇടതുപക്ഷ സംഘടനകളാണ് പിന്നീട് ചുവട് മാറ്റിയത്. പണിമുടക്ക് ഹർത്താലാക്കരുതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ മാത്രം പണിമുടക്കിനെ ഹർത്താലായി മാറ്റുന്ന സ്വഭാവമുണ്ട്. അത് ഇപ്രാവശ്യം പാടില്ല എന്ന് INTUC-നോടും CITU-നോടും STU-നോടും ട്രേഡ് യൂണിയനുകളോടും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ട്രേഡ് യൂണിയനുകളോടും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ തന്നെ പണിമുടക്ക് കാര്യം അറിയിച്ചിരുന്നതിനാൽ വ്യാപാരികൾ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നതായാണ് തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞിരുന്നത്. ഞങ്ങളവർക്ക് സെപ്റ്റംബർ മാസം 28-ാം തീയതി കൺവെൻഷന് തീരുമാനം വന്നപ്പോൾ തന്നെ നിയമാനുസൃതം ഒരു പണിമുടക്ക് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ സംരംഭം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ രേഖാമൂലം അവരെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അവർ സഹകരിക്കണം, അവരുടെ അഭ്യർത്ഥിച്ചുണ്ട്, സഹകരിക്കുമെന്നാണ് അവരുടെ പ്രതീകമായിട്ട്. പൊതുപണിമുടക്കിന് രാജ്യവ്യാപകമായി തന്നെ നേതൃത്വം നൽകുന്നത് ഇടത് തൊഴിലാളി സംഘടനകളാണ്. വ്യാപാരികൾ കട തുറന്നാൽ ഇടതു ശക്തി കേന്ദ്രമായ കേരളത്തിലും പണിമുടക്ക് പരാജയപ്പെടുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ ഭീതി. കോടിയേരിയുടെ വിശദീകരണത്തോടെ നിർബന്ധപൂർവ്വം കടയടപ്പിക്കാൻ ശ്രമം ഉണ്ടാകില്ല. ന്യൂസ് 18 കോഴിക്കോട്. മിഠായി തെരുവിൽ ഹർത്താൽ ദിവസം തുറന്ന വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ CPM-ൽ വിമർശനം. ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് വിമർശനം. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസിനുള്ളിലും അതൃപ്തിയുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറുമായി സംസാരിച്ച് സുരക്ഷ നൽകുമെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് മിഠായി തെരുവിൽ വ്യാപാരികൾ ഹർത്താൽ ദിവസം കടകൾ തുറന്നത്. എന്നാൽ ശബരിമല കർമ്മസമിതിയുടെ മാർച്ച് മിഠായി തെരുവിലേക്ക് വരുന്നത് മുൻകൂട്ടി കണ്ട് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. മിഠായി തെരുവിന്റെ പ്രധാന പ്രവേശന കവാടം വഴി നൂറുകണക്കിന് കർമ്മസമിതി പ്രവർത്തകർ കയറിയപ്പോൾ ഉണ്ടായിരുന്നത് 25 പോലീസുകാർ മാത്രം. സർക്കാരിനെയും പോലീസിനെയും വിശ്വസിച്ച് കടകൾ തുറന്ന വ്യാപാരികൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാതിരുന്നത് നാണക്കേടാണെന്നാണ് CPM-നുള്ളിലെ വിമർശനം.
മിഠായിത്തെരുവിനെക്കുറിച്ച് ഒരു പരിചയവുമില്ലാത്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് സുരക്ഷാ ചുമതല നൽകിയത്. പരിചയമുള്ള മറ്റ് ഡിവൈഎസ്പിമാരുണ്ടായിരിക്കെയാണ് ഈ വീഴ്ച. കർമ്മസമിതി പ്രവർത്തകർ മിഠായിത്തെരുവിൽ പ്രവേശിച്ച് കടകൾ തകർക്കുന്നതുവരെ പോലീസ് നോക്കി നിന്നുവെന്നും വിമർശനമുണ്ട്. വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നാണ് CPM ആവശ്യം. സംഘപരിവാരും അക്രമം ഒഴിച്ചുവിട്ട സാഹചര്യത്തിൽ പോലീസിന് ഒരു സ്ഥലത്ത് പ്രധാനമായും കേന്ദ്രീകരിക്കാൻ കഴിയാതെ വന്ന പരിമിതികൾ ഉണ്ടാവാം. എന്നാലും അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകേന്ദ്രങ്ങൾ പരിശോധിക്കുക തന്നെ വേണം. സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീഴ്ച പറ്റിയതായി പോലീസിനുള്ളിലും വിമർശനമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല നടപ്പന്തലിലെ നിയന്ത്രണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി. പുല്ലുമേട്ടിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കടക്കാനുള്ള വഴി തടഞ്ഞത് ശരിയായില്ലെന്ന് സമിതി അംഗം DGP A. ഹേമചന്ദ്രൻ പറഞ്ഞു. അതേസമയം സന്നിധാനത്ത് പോലീസ് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി. സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് DGP ഹേമചന്ദ്രൻ പോലീസിന്റെ നിയന്ത്രണത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചത്. പുല്ലുമേട്ടിൽ നിന്നും തീർത്ഥാടകർ 108 പടിയിറങ്ങിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. പടിയിറങ്ങിയ ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് നടപ്പന്തലിൽ എത്തുന്ന തീർത്ഥാടകർക്ക് നേരിട്ട് സന്നിധാനത്തെത്താം. വർഷങ്ങളായി ഈ രീതിയിലാണ് തീർത്ഥാടകർ പുല്ലുമേട് വഴി വരുന്നത്. എന്നാൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേര് പറഞ്ഞ് ഈ വഴി പോലീസ് അടച്ചു. സന്നിധാനത്ത് അപകടമുണ്ടാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഇടമാണ് പുല്ലുമേട്ടിലേക്കുള്ള വഴി. മകരവിളക്ക് ദിവസം ഈ ഭാഗത്തെ സുരക്ഷാ ചുമതല ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കാണ്. തിരക്കിനിടയിൽ ഒരാൾ വീണാൽ പോലും വലിയൊരു ദുരന്തത്തിലേക്ക് ഈ മേഖല വഴിമാറുമെന്നാണ് വിലയിരുത്തൽ. അവിടെയാണ് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പുല്ലുമേട്ടിൽ നിന്നും വലിയൊരു സംഘം തീർത്ഥാടകരെത്തിയാൽ ഏത് രീതിയിൽ നിയന്ത്രിക്കുമെന്ന് ചോദിച്ച DGP തടസ്സം ഉടൻ നീക്കാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ചേർന്ന പോലീസ് ഉന്നതതല യോഗത്തിൽ ശബരിമലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ IG ബൽറാം കുമാർ ഉപാധ്യായ DGP ഹേമേന്ദ്രനോട് വിശദീകരിച്ചു. ശബരിമലയിലേക്ക് കൂടുതൽ സ്ത്രീകളെത്തുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ശക്തമായ സുരക്ഷ ഒരുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. BS അനു, ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാർ സഭാ കേസിൽ ഇരട്ടത്താപ്പ് കളിക്കുകയാണെന്ന് ഓർത്തഡോക്സ് സഭ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം നടപ്പാക്കാതെ ചതിച്ചുവെന്നും സഭ ആരോപണം ഉന്നയിച്ചു. സഭാ കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിട്ട് 1.5 വർഷമായി. പക്ഷേ ഇതിനിടയിൽ വിധി നടപ്പാക്കാൻ ഒരു പ്രാവശ്യം പോലും സർക്കാർ തയ്യാറായില്ല. ആചാരപ്രശ്നങ്ങൾ കൂടി ഉൾപ്പെട്ട് സങ്കീർണമായ ശബരിമല വിധി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും സഭാഭരണം സംബന്ധിച്ച വിധി നടപ്പാക്കാത്തത് ഇരട്ടത്താപ്പാണെന്ന് ഓർത്തഡോക്സ് സഭ പറയുന്നു. ഇത് ഒരു പള്ളിയുടെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആചാരത്തിന്റെ കാര്യങ്ങളല്ല, വിശ്വാസത്തിന്റെ കാര്യത്തിലല്ല. പക്ഷേ ശബരിമലയിൽ നേരെ തിരിച്ചുമാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്: എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൃത്യമായിട്ട് ഒരു ഇരട്ടത്താപ്പ് കളിക്കുകയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിധി നടപ്പാക്കാമെന്നാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സഭയ്ക്ക് നൽകിയ വാഗ്ദാനം. ഇതനുസരിച്ച് സഭ ഇടതുമുന്നണിയെ പിന്തുണച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിലപാട് മാറ്റിയാണല്ലോ. നമ്മളോടൊരു കാര്യം പറഞ്ഞ് ആ കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് മുഖം തിരിച്ച് നിൽക്കുമ്പോൾ അത് ചതിക്കുക എന്നുള്ള വാക്ക് തന്നെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. കട്ടച്ചിറപ്പള്ളിയിൽ 144 പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭയെ മാറ്റി നിർത്തി. എന്നാൽ കോതമംഗലത്തും പിറവത്തും യാക്കോബായ പക്ഷം സമരം നടത്തിയപ്പോൾ കോടതി വിധി നടപ്പാക്കാനെത്തിയ പുരോഹിതനെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇത് ചതിയും നാടകവുമാണെന്ന് സഭ ആരോപിക്കുന്നു. 1000-ൽ താഴെ ആളുകളെ നീക്കം ചെയ്യാൻ പോലീസുകാർ തന്നെ പറയുന്നത്, ഞങ്ങൾക്ക് ഒരു വണ്ടി പോലീസും 10 മിനിറ്റും ഉണ്ടെങ്കിൽ ഇത് ചെയ്തു തരാമെന്നാണ് അവിടെയുള്ള പോലീസുകാർ നമ്മളോട് വ്യക്തിപരമായി പറയുന്നത്. പക്ഷേ മേളിൽ നിന്നുള്ള നിർദ്ദേശം ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഒരു ചതിയാണ്, അല്ലെങ്കിൽ ഇത് ചില നാടകങ്ങളാണ്, എല്ലാവരെയും കൂട്ടി നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പുറമേ നിന്നുള്ള ബാഹ്യമായ ചില സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കോ കീഴടങ്ങേണ്ടി വരുന്നതുകൊണ്ട് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടാണ്. ശബരിമലയിലേതുപോലെ സഭയുടെ കാര്യത്തിലും നീതി നടപ്പാക്കിയേ പറ്റൂ എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം. ന്യൂസ് 18 കൊച്ചി. തൃശൂരിൽ പട്ടാളം മാർക്കറ്റിൽ വൻ തീപിടുത്തം. 3 കടകൾ കത്തിനശിച്ചു. ആളപായമുണ്ടായിട്ടില്ല. ശക്തൻ സ്റ്റാൻഡിന് സമീപത്ത് പഴയ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന മാർക്കറ്റിൽ ഉച്ചയ്ക്ക് 2:45-നാണ് തീപിടുത്തമുണ്ടായത്. വൈദ്യുതി കമ്പിയിൽ നിന്നുണ്ടായ തീപ്പൊരി ടയർ കൂമ്പാരത്തിലേക്ക് വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 1.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സും പോലീസും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പട്ടാളം മാർക്കറ്റിൽ ഏതാണ്ട് 120ഓളം കടകളാണുള്ളത്. ഇതിൽ 3 കടകൾ പൂർണ്ണമായും കത്തിനശിച്ചു. വാഹനങ്ങളുടെ ഓയിലിലേക്കും ടയറിലേക്കും തീ പടർന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ന്യൂസ് 18 തൃശൂർ.
ആകാശവാണി ദേശീയ നിലയവും തിരുവനന്തപുരം ഉൾപ്പെടെ 5 പ്രാദേശിക നിലയങ്ങളും പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് പ്രസാർ ഭാരതിയുടെ അടിയന്തര നടപടി. അഹമ്മദാബാദ്, ഹൈദരാബാദ്, ഷില്ലോങ്, ലക്നൌ നിലയങ്ങളും അടച്ചുപൂട്ടും. ഈ നിലയങ്ങളിലെ ജീവനക്കാരെ തോഡപൂർ, നാഗ്പൂർ നിലയങ്ങളിൽ നിയമിക്കുമെന്ന് പ്രസാർ ഭാരതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു.